ഹായ്, സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ മലയാളം വീഡിയോ വന്നിട്ട് കുറച്ച് ദിവസമായി അല്ലേ. ഇന്ന് നമ്മുടെ മറ്റുള്ള എല്ലാ പരീക്ഷകൾക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ടെൻഷനുള്ളൊരു കാര്യമാണ് SCERTയുടെ പാഠഭാഗങ്ങളിൽ എവിടെ നിന്നായിരിക്കും ചോദ്യം വരുന്നത്, SCERT കണ്ടന്റ് എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ അത് ഈ സൈലം PSCയുടെ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കണ്ടന്റ് ഏറ്റവും ഷോർട്ടാക്കി നമ്മൾ മലയാളത്തിൽ പറയുമ്പം ശ്ലോകത്തിൽ കഴിച്ച് നിങ്ങൾക്ക് തരും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ വൺ ഡേ വർക്ക്ഷോപ്പുമായിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ സൈലം ആക്സസ് ചെയ്യാത്ത മക്കളും അതുപോലെ തന്നെ സൈലത്തിലുള്ളവരും ഒക്കെ ചോദിക്കും, യൂട്യൂബ് വീഡിയോ എന്താ അധികം വരാത്തേ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പരാതി പരിഹരിക്കുന്ന രീതിയിൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് കാണുക, വീഡിയോ കണ്ടിട്ട് കമൻറ്റ്സ് ചെയ്യുക, അതിൻ്റെ നിങ്ങളുടെ ഡൗട്ട്സുകൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് SCERTയിലെ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള SCERT പാഠഭാഗങ്ങൾ എങ്ങനെ സെറ്റാക്കി എടുക്കാം എന്നുള്ളൊരു കണ്ടന്റിലേക്ക് പോകാം. അതിൽ 6ാം ക്ലാസ്സിൽ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ, കവി കടമ്മനിട്ടയുടെ പുരുഷ സൂക്തം എന്ന കവിതയെക്കുറിച്ച് ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. കുഞ്ഞുമോൻ്റെ തളിരിളം ചുണ്ടിൽ കൊഞ്ഞുകൂമ്പി കുസൃതി വിരിഞ്ഞും ചുറ്റുള്ളിപ്പല്ലമർത്തിയൻ തോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞു പിച്ച വെച്ചു പിരണ്ടോടി വീണിട്ട് അച്ഛനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞു. ഇത് കടമ്മനിട്ടയുടെ പുരുഷ സൂക്തം എന്ന കവിതയിലെ വരികളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സൂക്തം എന്നതൊരു പദം മാത്രമായിട്ട് നമ്മൾ എടുക്കുന്നു അല്ലേ. സൂക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്യം, അതായത് പറഞ്ഞു വെക്കുന്ന വാക്യങ്ങൾ അല്ലേ. സൂക്തം, പ്രതിജ്ഞ, അല്ലെങ്കിൽ എന്താണ് കോട്ടഡ് ലൈൻസ് എന്നൊക്കെ ഗാന്ധിജിയുടെ, അല്ലെങ്കിൽ ഖുറാനിലെ സൂക്തങ്ങൾ, മഹാഭാരതത്തിലെ സൂക്തങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കോട്ടഡ് ലൈൻസ് എന്നുള്ളത് അർത്ഥമാണുള്ളത്. അപ്പോൾ കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന കവിയെക്കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ, ഇത് കുട്ടികൾക്ക് പഠിക്കാനുള്ള പുരുഷ സൂക്തം എന്ന കവിതയിലെ കുറച്ച് വരികളാണ് നമ്മളിവിടെ നോക്കിയത്. ഇനി നോക്കൂ, കടമ്മനിട്ട രാമകൃഷ്ണൻ എപ്പോഴും PSCയുടെ ചോദ്യങ്ങളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു ഫാക്റ്റാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. ചൊൽക്കാഴ്ചകളിലൂടെയും കവി അരങ്ങുകളിലൂടെയും മലയാള കവിതയെ ആസ്വാദകരിലേക്ക് എത്തിച്ച ആധുനിക കവി. ചൊൽക്കാഴ്ച നമുക്കറിയാം, പടയണി പോലുള്ള കലാരൂപത്തെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പത്തനംതിട്ട ജില്ലയിൽ പടയണി ഗ്രാമം എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന കവിയാണ് കടമ്മനിട്ട. കേരളത്തിൻ്റെ നാടോടി സംസ്കാരത്തിൻ്റെ കരുത്തിനെ പുതിയ കവിതാ രീതിയുമായി സമന്വയിപ്പിക്കുകയും ചൊൽക്കാഴ്ചയിലൂടെ അവ ആസ്വാദകരിൽ എത്തിക്കുകയും ചെയ്തു. അപ്പൊ ചൊൽക്കാഴ്ച എന്ന രൂപം അല്ലെങ്കിൽ കലാരൂപത്തിലൂടെ ആസ്വാദകരിലേക്ക് ഒരു ദ്രാവിഡ സംസ്കാരം, നമ്മൾ മലയാളികൾ മറന്നു പോകുന്ന ദ്രാവിഡ സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിച്ച് ആസ്വാദകരിലേക്ക് എത്തിക്കുകയായിരുന്നു കവിയുടെ ധർമ്മം. പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ടയിൽ ജനിച്ചു. കേരള നിയമസഭയിൽ അംഗവുമായിരുന്നു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഒരു അപരനാമത്തിൽ കൂടി വിളിക്കും. എന്താണ്? ദ്രാവിഡ സംസ്കാരത്തിൻ്റെ കവി. എന്താണ് വിളിക്കുന്നത്? ദ്രാവിഡ സംസ്കാരത്തിൻ്റെ കവി. ദ്രാവിഡ സംസ്കാരത്തിൻ്റെ കവി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആളാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. കൂടാതെ കുറത്തി, നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് കടമ്മനിട്ടയുടെ വളരെ പ്രശസ്തമായ കുറത്തി എന്ന കവിതയിലെ വരികളാണ്. കടിഞ്ഞൂൽ പൊട്ടൻ, മിശ്രതാളം, മഴ പെയ്യുന്നു മദ്ദളം കുട്ടുന്നു, ഇപ്പം നമ്മൾ പരിചയപ്പെട്ട പുരുഷ സൂക്തം, ദേവീസ്തവം, കോഴി അല്ലേ. കുഞ്ഞേ തുള്ളാൻ സമയമില്ലിപ്പോൾ കാഞ്ഞ വെയിലത്ത് കാലുപൊള്ളുമ്പോൾ എന്നും എൻ്റെ ചിറകിനടിയിൽ നിന്നു നിന്റെ വയറു നിറയ്ക്കാം എന്നു തോന്നലു വേണ്ട. അമ്മ കോഴി തൻ്റെ കുഞ്ഞിക്കോഴിയോട് പറയുകയാണ്, എന്നും ഇങ്ങനെ എൻ്റെ ചിറകിനടിയിൽ നിന്ന് നിന്റെ വയറ് നിറയ്ക്കാമെന്ന തോന്നൽ വേണ്ട. ഒരു സ്റ്റേജ് എത്തുമ്പോൾ നീ എന്ത് ചെയ്യണം? നിന്റെ വഴി തേടി പോണം എന്ന് പറഞ്ഞ് കുഞ്ഞിക്കോഴിയെ അകറ്റിവിടുന്ന അമ്മ കോഴിയാണ് നമ്മൾ കാണുന്ന വലിയൊരു മെസ്സേജാണ് അതല്ലേ. അത് ഒരു ഐഡൻറ്റിറ്റി, നമ്മളെപ്പോഴും കുട്ടികളിലേക്ക് ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ ഉതകുന്ന രീതിയിൽ പലപ്പോഴും അവരെ സ്വതന്ത്രരാക്കണം എന്നുള്ള മെസ്സേജൊക്കെ തരുന്നൊരു കവിതയാണ്. കൂടാതെ കടമ്മനിട്ടയുടെ കവിതകൾ വെള്ളി വിളിച്ച, ഗോദോയെ കാത്ത്.
ഗോദോയെ കാത്തെന്ന കൃതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് സാമുവൽ ബക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന നാടകത്തിന്റെ വിവർത്തനമാണ്. അപ്പോൾ ആംഗലേയ നാടകകൃത്തായ ആരുടെ, സാമുവൽ ബക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന നാടകത്തിന് ഗോദോയെ കാത്തുന്ന പരിഭാഷ എഴുതിയത് ആരാണ് എന്ന ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. കൂടാതെ ഒക്ടോവിയ പാസിന്റെ സൺസ്റ്റോൺ എന്ന കൃതിയുടെ വിവർത്തനം. അപ്പോൾ ഒക്ടോവിയ പാസ് നമുക്കറിയാം ആംഗലേയ കവിയാണ്. അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധ കവിതയാണ് എന്ത്, സൺസ്റ്റോൺ. ആ സൺസ്റ്റോൺ എന്ന കവിതയ്ക്ക് സൂര്യശില എന്ന പേരിൽ പരിഭാഷയും കടമ്മനിട്ട രാമകൃഷ്ണൻ തയ്യാറാക്കി. അപ്പൊ ഇത് രണ്ടും നമുക്ക് എക്സ്പെക്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന നാടകത്തിന് ഗോദോയെ കാത്തുന്ന പരിഭാഷ എഴുതിയത് ആര്, കടമ്മനിട്ട. ഒക്ടോവിയ പാസിന്റെ സൺസ്റ്റോൺ എന്ന കൃതിക്ക് സൂര്യശില എന്ന പരിഭാഷ തയ്യാറാക്കിയത് ആരാണ് സൂര്യശില എന്ന പരിഭാഷ തയ്യാറാക്കിയത് ആരായിരുന്നു, കടമ്മനിട്ട രാമകൃഷ്ണൻ. ഇനി നമ്മൾ പി വത്സലയിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ വേദനകളും സ്വപ്നങ്ങളും കഥകളിലേക്ക് ആവാഹിച്ച എഴുത്തുകാരി. 1938 കോഴിക്കോട് ജനിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൂടാതെ 2021 എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചു അല്ലേ. എഴുത്തച്ഛൻ പുരസ്കാരവും ആർക്കാണ് ലഭിച്ചത്? യെസ്, എഴുത്തച്ഛൻ പുരസ്കാരം പിന്നെ ഒരു പ്രത്യേക കൃതിയെ ബേസ് ചെയ്തിട്ടല്ലല്ലോ അല്ലേ, സാഹിത്യത്തിനും ഭാഷയ്ക്കും ഒക്കെ അവർ നൽകുന്ന സംഭാവനകൾ ബേസ് ചെയ്തിട്ടല്ലേ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത്. അങ്ങനെ പിന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. ഗൗതമൻ, മരച്ചോട്ടിലെ വെയിൽച്ചീളുകൾ, മലയാളത്തിന്റെ സുവർണ കഥകൾ, വേറിട്ടൊരു അമേരിക്ക, അശോകനും അയാളും, മൈഥിലിയുടെ മകൾ, ആദിജലം, നെല്ലിനെ കുറിച്ച് ചോദിച്ചാൽ വയനാട്ടിലെ ആദിവാസി ജീവിതം പ്രമേയമാക്കിയാണ് എന്ത് രചിച്ചത്, നെല്ല് എന്ന നോവൽ രചിച്ചത്. കൂടാതെ കൂമൻ കൊല്ലി വിലാപമാണെങ്കിൽ മലബാർ കലാപം. അപ്പൊ നമുക്ക് ഓർത്തു വെക്കാനേ എളുപ്പമുണ്ട്. മലബാർ കലാപം പശ്ചാത്തലമാക്കി പി വത്സല രചിച്ച നോവൽ ഏതാണ്, വിലാപം. നിഴലുറങ്ങുന്ന വഴികൾക്കാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വത്സലയ്ക്ക് ലഭിക്കുന്നത്. പോക്കുവെയിൽ, പൊൻവെയിൽ എന്നിവ പ്രധാന കൃതികളാണ്. അപ്പോൾ പി വത്സലയും PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫാക്റ്റാണ്, അതും ഒന്ന് നോക്കി വെക്കുക. ഇനി കവി കെ സച്ചിദാനന്ദനും ഇനി സച്ചിദാനന്ദനുണ്ട് പി സച്ചിദാനന്ദൻ. അതാരാണെന്നറിയാമോ? അതാണ് ആനന്ദ് അല്ലേ. ആനന്ദാണ് പി സച്ചിദാനന്ദൻ. പക്ഷെ കെ സച്ചിദാനന്ദൻ കവി. ലോക കവിതയുടെ പുതുധാരകൾ മലയാള കവിതയിൽ സമന്വയിപ്പിച്ച കവികളിൽ പ്രമുഖനാണ് സച്ചിദാനന്ദൻ. നിരൂപകൻ, വിവർത്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധൻ. കൂടാതെ 1946 കൊടുങ്ങല്ലൂരിലാണ് ജനിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ പ്രശസ്തമായ കൃതിയാണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ. സച്ചിദാനന്ദന്റെ കവിതകൾ, ദേശാടനം, ഇവനെ കൂടി ഒരു PYQ ഫാക്ട് കൂടിയാണ്. കാരണം വൈലൂപ്പിള്ളിയെ കഥാപാത്രമാക്കി സച്ചിദാനന്ദൻ രചിച്ച കവിത ഏതെന്ന് ചോദിച്ചാൽ ഇവനെ കൂടിയാണ്. കയറ്റം, സാക്ഷ്യങ്ങൾ, അപൂർണം, വിക്ക, മറന്നുവെച്ച വസ്തുക്കൾ, വീടുമാറ്റം, മലയാളം, കാവ്യബുദ്ധൻ, സംഭാഷണത്തിനൊരു ശ്രമം, 5 സൂര്യൻ, പീഡനകാലം, വേനൽമഴ തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും, കുരുക്ഷേത്രം, സംവാദങ്ങൾ, സമീപനങ്ങൾ, സൗന്ദര്യവും അധികാരവും തുടങ്ങിയ ലേഖന സമാഹാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. പല ലോകം പല കാലമാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാര സാഹിത്യ കൃതി. പല ലോകം പല കാലം ട്രാവലോഗാണ് അദ്ദേഹത്തിൻ്റെ. ട്രാവലോഗാണ് ഈ പറഞ്ഞ പല ലോകം പല കാലം എന്ന കൃതി. ഓക്കെ, ഇനി ഈ ഒരു 6ാം ക്ലാസ് പുസ്തകത്തിലെ കുറച്ച് വൊക്കാബുലറി നമുക്കൊരു കൺഫ്യൂഷനൊക്കെ തോന്നാവുന്ന വിഗ്രഹിക്കുക എന്ന ടേമിലേക്ക് പോവാം. ജയത്തിൻ്റെ ഘോഷത്തെയാണ് ജയഘോഷം എന്ന് പറയുന്നത്. സത്യത്തെ ഗ്രഹിക്കൽ, സത്യഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തെ ഗ്രഹിക്കലാണ് അല്ലേ. സത്യത്തിൻ്റെ ഗ്രഹമാണോ? അല്ല, സത്യത്തെ മനസ്സിലാക്കൽ, സത്യത്തെ ഗ്രഹിക്കൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ സത്യഗ്രഹം.
രക്തസാക്ഷികൾക്കായുള്ള ദിനം. രക്തസാക്ഷികൾക്കായുള്ള ദിനമെന്നോ രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നതിനുള്ള ദിനമെന്നോ ഒക്കെ പറയാം. ദേശത്തോട് അഭിമാനമുള്ളവൻ. എന്തു പറയാം? ദേശത്തോട് അഭിമാനമുള്ളവൻ. ആ ആളിനെയാണ് നമ്മൾ ദേശാഭിമാനി എന്ന് വിളിക്കുന്നത്. ദേശത്തോട് അഭിമാനമുള്ളവൻ, ദേശാഭിമാനി. ദൃഢമായ നിശ്ചയത്തെ നമ്മൾ എന്തു പറയും? ദൃഢനിശ്ചയം. ദൃഢമായ നിശ്ചയം, ദൃഢനിശ്ചയം. അപ്പൊ ജയത്തിന്റെ ഘോഷം, സത്യത്തെ ഗ്രഹിക്കൽ, രക്തസാക്ഷികൾക്കായുള്ള ദിനം, ദേശത്തോട് അഭിമാനമുള്ളവനെ ദേശാഭിമാനി എന്ന് പറയാം. ദൃഢമായ നിശ്ചയമാണ് ദൃഢനിശ്ചയം. ഇനി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള പര്യായ പദങ്ങൾ, നമ്മളെ ക്വസ്റ്റ്യനിലൊക്കെ ആവർത്തിച്ച് വരുന്ന പര്യായ പദങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് സംശയം ഉണ്ടാവും. ഏറെക്കുറെ സമാന പദങ്ങളൊക്കെ നമുക്ക് SCERT ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഒലി, വാണി, നിസ്വനം. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. നിസ്വനം ശബ്ദം. വേറൊന്നും കിട്ടിയില്ലെങ്കിൽ ആ പാട്ടെങ്കിലും അങ്ങ് ഓർത്തങ്ങ് എഴുതിയിരിക്കണം. അതുപോലെ നിനാദം, ഒലി, വാണി, നിസ്വനം, നിനാദം. അതുപോലെ ഇനിയുണ്ട് ശബ്ദത്തിന് ആരവം. ആരവം ഒക്കെ ശബ്ദത്തിൻ്റെ പര്യായമായിട്ട് നമുക്ക് പറയാം. ഉത്കടം വർദ്ധിച്ച. അപ്പം എനിക്ക് ഒരു സർക്കാർ ജോലി കിട്ടണം എന്നുള്ളത് എൻ്റെ ഉത്കടമായ ആഗ്രഹമാണ്, വർദ്ധിച്ച ആഗ്രഹം. അനുസ്യൂതം, തുടർച്ചയായ. സന്തത സഹചാരി, എപ്പോഴും കൂടെ നടക്കുന്നവൻ, അല്ലേ? അവൻ ഒരു സന്തത സഹചാരിയായി എപ്പോഴും അവളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടെ നടക്കുന്നവനായി തന്നെയുണ്ട്. ദൃഢനിശ്ചയം, ഉറച്ച തീരുമാനം. സത്യഗ്രഹം, സത്യത്തെ ഉൾക്കൊള്ളൽ, ഒരു സമര രീതി, അല്ലെങ്കിൽ സത്യത്തെ ഗ്രഹിക്കൽ. ഗ്രഹിക്കുമ്പോൾ നമ്മൾ സത്യത്തെ ഗ്രഹിക്കൽ എന്ന് പറയും, അല്ലേ? ഇനി അനുയാത്ര എന്താ? കൂടെ യാത്ര ചെയ്യലാണ് അനുയാത്ര. സമാഗമം, കൂടിക്കാഴ്ച, ഒത്തുചേരൽ. അഭൂതപൂർവം എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പുണ്ടായിട്ടില്ലാത്തത്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. അമ്പലപ്പറമ്പിൽ നമ്മൾ പൊങ്കാല ഇടാനൊക്കെ പോണ സമയത്ത്, അല്ലെങ്കിൽ ഉത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും ഒരു ചേട്ടൻ്റെ അനൗൺസ്മെന്റ് കേൾക്കും, അല്ലേ? അമ്പലപ്പറമ്പിൽ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ നിങ്ങൾ വിലപിടിപ്പുള്ള വസ്തുക്കളെയും കുട്ടികളെയൊക്കെ സൂക്ഷിക്കണം. അതായത് മുമ്പ് സംഭവിച്ചിട്ടില്ലാത്തതിൻ്റെ അത്രയും തിരക്ക് അവിടെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ. ഇനി നാദവും ശബ്ദം തന്നെ. അപ്പം നമ്മൾ ശബ്ദം എഴുതിയതിൻ്റെ കൂടെ നമുക്ക് എന്തും കൊടുക്കാം? നാദം. അതാണ് നിനാദമെന്നും നിസ്വനമെന്നും വാണിയെന്നും ആരവമെന്നും ധ്വനി എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ധ്വനി എന്ത് തന്നെ? ശബ്ദം തന്നെ, നാദം. നരഹത്യ നമുക്കറിയാം, ഹത്യ കൊല്ലലാണല്ലോ. അപ്പൊ പിന്നെ നരഹത്യ, മനുഷ്യനെ കൊല്ലൽ. പ്രതീകം, അടയാളം. പ്രതീകം കൂടാതെ അടയാളത്തിന് ഒരു പദം കൂടി പറയാൻ നമുക്ക് അഭിജ്ഞാന. ഞായാണേ. എപ്പോഴും കുട്ടികൾ തെറ്റിക്കണ ഒരു പദമാണ്. ഞാനോ ഞാനോ ഇതിപ്പോൾ ഞാൻ തെറ്റിച്ചു. അഭിജ്ഞാനം. കണ്ടോ? ഇങ്ങനെ എഴുതണേ. അഭിജ്ഞാനം. അഭിജ്ഞാനം എന്ന് പറഞ്ഞ അടയാളം. അതുകൊണ്ടാണ് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം. ദുഷ്യന്തനെ ഓർത്തിരിക്കാൻ വേണ്ടിയല്ലേ ശകുന്തളയ്ക്ക് മോതിരം കൊടുത്തിട്ട് പോയത്? ആ മോതിരം ഒരു അടയാള മോതിരമായിരുന്നില്ലേ? അങ്ങനെ ഓർത്താൽ മതി. അഭിജ്ഞാനം, അടയാളം. ഇനി അജയ്യത, ജയിക്കപ്പെടാൻ കഴിയാതിരിക്കൽ. ആരെ കൊണ്ടും തോൽപ്പിക്കാൻ പറ്റാത്ത ആൾക്കാരെ നമ്മൾ അജയ്യൻ എന്ന് പറയും, അല്ലേ? ഇനി സന്നാഹം, ഒരുക്കം. നീ ഇത് എന്തിൻ്റെ സന്നാഹമാണ് എന്നൊക്കെ ചോദിച്ച്, എന്തിൻ്റെ ഒരുക്കമാണ് നീ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കില്ലേ? അത് തന്നെ. ഇനി അടുത്ത് നോക്കണേ, വിനയാന്യുതൻ, വിനയത്തോട് കൂടിയവൻ. അപ്പം നമ്മൾ വിനയത്തോട് കൂടിയതെന്നുള്ള അർത്ഥത്തിൽ സവിനയം എന്ന് പറയും, അല്ലേ? വിനയത്തോട് കൂടിയത് സവിനയം. നാടകീയം എന്ന് പറഞ്ഞാൽ നാടകത്തിലെ പോലെ, ഡ്രമാറ്റിക് സ്റ്റൈൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പം നാടകത്തിലെ പോലെ നാടകീയം. ആരാ? ഗുമസ്തൻ, കണക്കപ്പിള്ള. ഗുമസ്തൻ എന്ന പേരിൽ സിനിമയുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഗുമസ്തൻ എന്ന് തെറ്റുകൂടാതെ എഴുതുന്നത്. തായാണ് വേണ്ടത്, തത്തയുടെ ത. ഇനി ദല്ലാളാരാ? ഇടനിലക്കാരൻ, ബ്രോക്കർ. വൈകൃതം, വികൃതമാക്കപ്പെട്ടത്. അപ്പോ
വൈകൃതമായ സ്വഭാവ വൈകൃതം, വികലമായി പോയ സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെ. നിരുപദ്രവികൾ, ഉപദ്രവം ചെയ്യാത്തവർ. ഉപദ്രവകാരികളാരാ? ഉപദ്രവം ചെയ്യുന്നവർ. എന്നാൽ ഉപദ്രവം ചെയ്യാത്തവരെ നമുക്ക് പറയാം നിരുപദ്രവികൾ. അയ്യോ, ഒരു ഉപദ്രവവും ചെയ്യാത്ത ആൾക്കാർ അല്ലേ, അത് തന്നെ. തമ്പടിക്കുക, കൂടാരമുണ്ടാക്കി താമസിക്കുക. നാടോടികളൊക്കെ ഇങ്ങനെ തമ്പടിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഒരു കൂടാരം ഉണ്ടാക്കി അതിൽ ടെമ്പററി ആയിട്ട് താമസിക്കുന്നതിനാണ് തമ്പടിക്കുക. പ്രഹരിക്കുക, അടിക്കുക. അതെ, പ്രഹരം, അടിക്കൽ, ഉപദ്രവം എന്നൊക്കെ. നിസ്സംഗത, ഒന്നിനോടും ചേരാത്ത അവസ്ഥ. അപ്പോൾ ഒന്നിനോടും ചേരാത്ത അവസ്ഥയെ നിസ്സംഗതയെന്നും ഒന്നിനോടും ചേരാതെ മാറി നിൽക്കുന്ന വ്യക്തിയെ നിസ്സംഗനെന്നും നമ്മൾ പറയും അല്ലേ. ആരെന്ത് ചെയ്താലും അതിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, അങ്ങനെ മാറി നിൽക്കുന്ന ആ ഒരു സ്വഭാവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിസ്സംഗ സ്വഭാവം എന്ന് പറയുന്നത്. നിസ്സംഗത അല്ലെങ്കിൽ നിസ്സംഗ സ്വഭാവം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നിനോടും ചേരാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയും ഇതി കർത്തവ്യതാ മൂഢത്വം. എന്തു പറയും? ഇതി കർത്തവ്യതാ മൂഢത്വം. ഇതി കർത്തവ്യതാ മൂഢത്വം എന്ന പദത്തിൻ്റെ അർത്ഥം ഈ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. ഒന്നിനോടും താല്പര്യമില്ലാതിരിക്കുന്നത് നിസ്സംഗഭാവം. എന്നാൽ പർപ്പസ്ഫുള്ളി അങ്ങനെ ഒന്നിനോട് താല്പര്യമില്ലാതിരിക്കുന്ന അവസ്ഥയല്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ആകപ്പാടെ കുഴങ്ങി പോകുന്ന അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്? ഇതി കർത്തവ്യതാ മൂഢത്വം. അതുപോലെ ജീവനുണ്ടെന്നേ ഉള്ളൂ, ജീവിച്ചിരിപ്പുണ്ട്, എന്നാൽ ജീവനുള്ള ആള് ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ചെയ്യാതെ ചലനമറ്റിരിക്കുന്ന ഭാവത്തിന് നമ്മൾ പറയുന്ന പേരാണ് ജീവച്ഛവം. ജീവച്ഛവം എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പ്രയോഗമാണ് ലിവിങ് ഡെത്ത്. എന്തു പറയും? ലിവിങ് ഡെത്ത്. ജീവച്ഛവം, ജീവിച്ചിരിക്കവേ തന്നെ ശവം പോലെ ആയി പോകുന്ന അവസ്ഥ. ഇതെങ്ങനെയൊന്ന് പിരിക്കാം? ജീവത് അധികം ശവം എന്നാണ് പിരിക്കുന്നത്. അതായത് ചേർന്ന് ഇച്ഛ ഉണ്ടാക്കും. അപ്പോൾ ജീവച്ഛവം എന്ന് പറഞ്ഞാലും അത് തന്നെ. എന്നാൽ ആശയെല്ലാം നശിച്ച്, ജീവച്ഛവം എന്ന് പറഞ്ഞാൽ ജീവനുണ്ട്, പക്ഷെ ജീവനുണ്ടെങ്കിൽ അനക്കമില്ലാതായി പോകുന്ന ഒരവസ്ഥയ്ക്കാണ് ജീവച്ഛവമാകുക എന്ന് പറയുന്നത്. എന്നാൽ ആശയൊക്കെ നശിച്ചിട്ട് ആകെ ഡിപ്രഷൻ മൂഡിലായി ആശയൊക്കെ നശിച്ചിരിക്കുന്ന ആളിനെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട് ഭഗ്നാശൻ. ഭഗ്നം എന്നാൽ നശിച്ചത്. അങ്ങനെ ആശ നശിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗ്നാശൻ എന്നോ ഹതാശൻ എന്നോ, വളരെ സിമ്പിളായിട്ട് നിരാശൻ എന്നോ പറയാം. ഭഗ്നാശൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഒറ്റപ്പദം ചോദിച്ചാൽ ആശ നശിച്ചവൻ. അതുപോലെയാണ് ഹതാശനും. ആശ നശിച്ച വ്യക്തിയെ നമ്മൾ പറയുന്ന പേരാണ് ഹതാശൻ. എന്നാൽ ഇതി കർത്തവ്യതാ മൂഢത്വം അങ്ങനെയല്ല. ഇതി കർത്തവ്യതാ മൂഢത്വം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങിപ്പോകുന്ന അവസ്ഥ അല്ലേ. അയ്യോ, ഇനി എന്ത് ചെയ്യും, അങ്ങനെ ഇരിക്കുന്നത്. എന്നാൽ ജീവൻ ഉള്ളപ്പോൾ തന്നെ ജീവനറ്റ അവസ്ഥയിൽ ഇരുന്നു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ജീവച്ഛവം അഥവാ ലിവിങ് ഡെത്ത്. ആശ നശിച്ച് പോകുന്ന ആളിനെ ഭഗ്നാശനെന്നോ ഹതാശനെന്നോ സിമ്പിളായിട്ട് നിരാശനെന്നോ നമുക്ക് പറയാം. അപ്പം ഇത്തരം പദങ്ങളൊക്കെ പലപ്പോഴും SCERTയുടെ പാഠഭാഗങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അത് ചിലപ്പം വിഗ്രഹിക്കാനായിട്ടോ അല്ലെങ്കിൽ അത് ചിലപ്പം അത് സമാന പദം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥമായിട്ടോ ഒക്കെ അല്ലെങ്കിൽ വിപരീതമായിട്ടും ചിലപ്പോൾ ചോദിക്കാം അല്ലേ. അപ്പം അത്തരത്തിൽ ചോദിക്കുമ്പോഴാണ് ആശ എന്ന് ചോദിച്ചാൽ എന്ത് നമ്മൾ എഴുതും? നമുക്കറിയാവുന്ന പദം തന്നെയാണ്. ആശയാണെങ്കിൽ നിരാശ. ആശയ്ക്ക് എന്ത് കൊടുക്കും നമ്മൾ? നിരാശ. അത്തരത്തിൽ ആവർത്തിച്ചു വരുന്ന ഒന്നാണ് ഫലം. പല കുട്ടികളും ഫലമാണെങ്കിൽ വിഫലം എന്നെഴുതും, തെറ്റാണ്. ഫലമാണെങ്കിൽ നിഷ്ഫലമാണ് ആൻസർ വരുന്നത്. ഫലം നിഷ്ഫലം. ഇനി വിഫലം, ഫലമില്ലാത്തത് നിഷ്ഫലം. എന്നാൽ ഉള്ള ഫലത്തെ
നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ വിഫലം ആണെങ്കിൽ വിഫലം എന്ന് പറയും. ഇനി ഉള്ള ഫലത്തെ വർദ്ധിപ്പിച്ചെടുത്തു അല്ലേ, ഒരു ഫലമുണ്ടാകണമെന്നുള്ള ചിന്തയിൽ പറയില്ലേ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമായി, എൻ്റെ മോഹങ്ങളൊക്കെ സഫലമായി അല്ലെ, പാട്ടിലൊക്കെ കേട്ടിട്ടില്ലേ, എൻ്റെ മോഹങ്ങൾ സഫലമായി, ഫലമുള്ളതായി തീർന്നു എന്നുള്ള അർത്ഥത്തില്. അത്തരത്തില് PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒന്നായിരുന്നു രസം. ഒത്തിരി കുട്ടികൾ തെറ്റിച്ചു. രസം നീരസമാണ്. അതേസമയം വിരസമാണെങ്കിലാണ് എന്തു പറയുന്നത്, സരസം. രസം നീരസം, വിരസം സരസം, ഫലം നിഷ്ഫലം, ആശ നിരാശ. ഇതുപോലെ രവം ചോദിച്ചാൽ നീരവം എന്ന് എഴുതണം. രന്ധ്രമാണെങ്കിൽ നീരന്ത്രം, 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 രന്ധ്രം നീരന്ത്രം. രസം നീരസം, വിരസം സരസം, ഫലം നിഷ്ഫലം, വിഫലമാണെങ്കിൽ സഫലം. ഓക്കെ, അങ്ങനെ നമ്മൾ 6ാം ക്ലാസ്സിലെ ചാപ്റ്ററുമായി, പുതിയ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് വന്ന കുറച്ച് വ്യക്തികൾ, കടമനിട്ട രാമകൃഷ്ണൻ, P. വത്സല, K. സച്ചിദാനന്ദൻ തുടങ്ങിയ പ്രശസ്തരായ വ്യക്തികളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോയി. ഒപ്പം ഈ ചാപ്റ്ററുകളിൽ ഡിസ്കസ് ചെയ്യുന്ന വൊക്കാബുലറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൊക്കാബുലറി കണ്ടന്റുമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇതുപോലെ കുറച്ച് ചാപ്റ്ററുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ ശ്ലോകത്തിൽ കഴിക്കുക എപ്പോഴും PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണ്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്ന്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ചുരുക്കി പറയുക, സംക്ഷേപിച്ച് പറയുക, കൺക്ലൂഡഡ് ഫോമിലാക്കുക എന്നൊക്കെയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.